ഹായ്, എല്ലാവർക്കും സുഖല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ടീച്ചിങ് ട്രെയിനിങ് പ്രാക്ടീസ് നന്നായി പോകുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന പാഠഭാഗം എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ചാണ്. ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. നമ്മൾ പഠിച്ചു തുടങ്ങുന്ന കാലം മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ് ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, അപ്പോൾ എന്താണ് ടെക്സ്റ്റ് ബുക്ക് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ലേണിംഗ് എയ്ഡാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ലേണിംഗ് എയ്ഡാണത്. നമ്മൾ പഠിക്കുന്ന പാഠഭാഗം അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് അതിനെക്കുറിച്ച് വ്യക്തമായി എഴുതി നമ്മൾ എന്താണ് പഠിക്കേണ്ടത്, നമ്മുടെ കരിക്കുലം എന്താണ് എന്നൊക്കെ പറഞ്ഞു തരുന്ന ഒരു സംഭവമാണ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ലേണിംഗ് എയ്ഡാണ്. അത് ആ ഫീൽഡിൽ, ആ സബ്ജക്റ്റിൻ്റെ ഫീൽഡിലുള്ള എക്സ്പേർട്സാണ് ഈ ടെക്സ്റ്റ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ പ്രിപ്പയർ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അതിൻ്റെ കുട്ടികൾക്കും ടീച്ചേഴ്സിനും യൂസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ക്ലാസ്സിലും സെപ്പറേറ്റ് ആൾക്കാരും സെപ്പറേറ്റ് ടെക്സ്റ്റ് ബുക്കുമാണ് നമുക്ക് ഉള്ളത്. ഓരോ പ്രായത്തിനനുസരിച്ചാണ് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഈ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഓരോ സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള ഓരോ സബ്ജക്റ്റിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, പ്രിൻസിപ്പിൾസ്, ഡെഫിനിഷൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിലുണ്ട്. പിന്നെ ബ്ലാക്ക് ബോർഡ് വർക്ക് യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ സമ്മറൈസ് ചെയ്തിട്ടാണ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കുന്നത്. വളരെ കെയർഫുള്ളായിട്ട് വേണം ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കുക. ഒരു ഗുഡ് ടെക്സ്റ്റ് ബുക്കാണ് ഒരു കുട്ടീനെ ആ കുട്ടിയുടെ ലക്ഷ്യത്തിലെത്തിക്കാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് എഴുതി ഉണ്ടാക്കിയതാണ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിനെ കുറച്ച് ഡെഫിനേഷൻസ് നോക്കാം. അക്കോർഡിംഗ് ടു എൻസൈക്ലോപീഡിയ, ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് വർക്കാണ്, അല്ലെങ്കിൽ പിന്നെ അതൊരു മാനുവൽ ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നാണ് അവർ എൻസൈക്ലോപീഡിയ ടെക്സ്റ്റ് ബുക്കിനെ വിശേഷിപ്പിക്കുന്നത്. പിന്നെ ജെ.ഒ. ലൗറീസ് ആൻഡ് C.H. ബെർണാഡിൻ്റെ അഭിപ്രായത്തിൽ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റിൽ പ്രാവീണ്യം ലഭിക്കാൻ വേണ്ടിയിട്ട് ലേണേഴ്സിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ലേണേഴ്സിനെ, അതായത് കുട്ടികളെ അല്ലെങ്കിൽ പഠിക്കുന്ന ആരാഞ്ച് അവരെ അത് സബ്ജക്റ്റിൽ പ്രാവീണ്യം ലഭിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ അല്ലെങ്കിൽ ലേണേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്ന തരത്തിൽ ഉണ്ടാക്കിയ ഒരു ബുക്കാണ് ടെക്സ്റ്റ് ബുക്ക് എന്നാണ് J.A. ലൗറീസ് ആൻഡ് C.H. ബെർണാഡ് പറഞ്ഞിരിക്കുന്നത്. ഒരു നല്ല ടെക്സ്റ്റ് ബുക്കിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ബി ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് ഉണ്ടല്ലോ, ലോങ് ടേം ഷോർട്ട് ടേം എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അത് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ വേണം ടെക്സ്റ്റ് ബുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതായത് ഹയർ എഡ്യൂക്കേഷനൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ആ സമയത്ത് പഠിക്കാനായിട്ട് ബേസിസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം, എന്നാലും നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ പോകുള്ളൂ. അതൊക്കെ ഫുൾഫിൽ ചെയ്യുന്ന, അതെല്ലാം പഠിക്കാനുള്ള അതൊക്കെ ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലായിരിക്കണം ടെക്സ്റ്റ് ബുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്. പിന്നെ പറയുന്നത് നമ്മുടെ കുട്ടികളുടെ നോളേജ്, സ്കില്ല്, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ അതൊക്കെ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ, അതൊക്കെ കൂട്ടാവുന്ന രീതിയിൽ വേണം എന്തുണ്ടാക്കാൻ ടെക്സ്റ്റ് ബുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ചൈൽഡ് സെൻറ്റേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ടെക്സ്റ്റ് ബുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അവരുടെ ആ ഏജിനനുസരിച്ചായിരിക്കും ടെക്സ്റ്റ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. മാത്രമല്ല കുട്ടികളുടെ ഡിഫിക്കൽട്ടീസ് ഓവർകം ചെയ്യുന്ന രീതിയിലുമായിരിക്കണം ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കാനായിട്ട്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിന് കുറച്ച് എക്സ്റ്റേണൽ ക്വാളിറ്റീസ് ആവശ്യമുണ്ട്. എക്സ്റ്റേണൽ ക്വാളിറ്റീസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വായിക്കാൻ തോന്നണം അല്ലേ. അതായത് അത് നല്ല രീതിയിൽ അച്ചടിച്ചിരിക്കണം, അതിൻ്റെ ഇങ്ക്, പേപ്പറിൻ്റെ കളറ് അതൊക്കെ നല്ലൊരു സംഭവമായിരിക്കണം, അല്ലെങ്കിൽ നമുക്കത് വായിക്കാൻ തന്നെ തോന്നില്ല. പിന്നെ നമ്മൾ ഏതെങ്കിലും പ്രിൻസിപ്പിളോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ഡയഗ്രാമൊക്കെ ഉണ്ടാവും, അതൊക്കെ നല്ല ക്ലിയർ ആവുന്ന രീതിയിൽ വേണം അച്ചടിക്കാനായിട്ട്, അല്ലെങ്കിൽ അത് വായിക്കാനോ പഠിക്കാനോ നമുക്ക് സാധിക്കില്ല. അതാണ് എക്സ്റ്റേണൽ ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് അത് മോഡറേറ്റ്ലി പ്രൈസ്ഡ് ആയിരിക്കണം. അതായത് വെച്ചാൽ എല്ലാവർക്കും, പാവപ്പെട്ടവരെന്നല്ലോ പണക്കാരൊന്നുമല്ല, എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ പ്രൈസ് നിശ്ചയിക്കാനായിട്ട്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി വെൽ ഇല്ലുസ്ട്രേറ്റഡ് ആയിരിക്കണം. അതായത് ഡയഗ്രാംസ്, അതിൽ ആവശ്യമുള്ള കാര്യങ്ങളിൽ ഡയഗ്രാംസ് വേണം. ഫ്ലോ ചാർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഫ്ലോ ചാർട്ട് കാണിക്കണം, മാപ്പ് വേണമെങ്കിൽ മാപ്പ് കാണിക്കണം, ഗ്രാഫ് ഉണ്ടെങ്കിൽ ഗ്രാഫ് വളരെ വ്യക്തമായി കാണിക്കണം. അങ്ങനെയൊക്കെ എല്ലാതും ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരിക്കണം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. പിന്നെ അതിൽ മിസ്റ്റേക്കുകളൊന്നും ഉണ്ടാകാൻ പാടില്ല, ഫ്രീ ഫ്രം മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ആ മിസ്റ്റേക്ക് പഠിക്കും. അതെ, അപ്പോൾ അത് നമ്മൾ മാക്സിമം മിസ്റ്റേക്കുകൾ ഒഴിവാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് ടെക്സ്റ്റ് ബുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദർ ഷുഡ് ബി സഫീഷ്യൻറ്റ് പ്രൊവിഷൻ ഫോർ പ്രാക്ടീസ് ആൻഡ് റിവ്യൂ. അതായത് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കുമ്പോൾ സമയത്ത് തന്നെ അതിൽ പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൂടി ഉണ്ടാവണമെന്ന്.
അത് റിവ്യൂ ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും, അതായത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനൊക്കെ ഉള്ള കാര്യങ്ങളും കൂടി ഇൻക്ലൂഡഡ് ആയിട്ട് വേണം ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കാനായിട്ട്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ഓഫർ ഡീറ്റെയിൽഡ് സജഷൻസ് ഫോർ കോറിലേഷൻ, പ്രൊജക്റ്റ് വർക്ക്, അസൈൻമെൻറ്റ് ആൻഡ് ഫീൽഡ് വർക്ക്. അതായത് പ്രൊജക്റ്റിനുള്ള സ്കോപ്പ്, ഫീൽഡ് വർക്കിനുള്ള സ്കോപ്പ് അതൊക്കെ ഉണ്ടാവണം ഒരു നല്ല ടെക്സ്റ്റ് ബുക്കിൽ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. കുറേ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് പഠിച്ചിട്ടുണ്ട്. ഹ്യൂറിസ്റ്റിക്, ലാബറട്ടറി, പ്രൊജക്ട് മെത്തേഡ്, അങ്ങനെ കുറേ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്താക്കാൻ ഈ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കാനായിട്ട്. പിന്നെ പറയുന്നത് ടെക്സ്റ്റ് ബുക്കിൻ്റെ അവസാനം നമ്മൾ കുറച്ച് എക്സസൈസസ് കുട്ടികൾക്ക് കൊടുക്കണം. എന്നാൽ മാത്രമേ കുട്ടികൾക്ക് എന്ത് തോന്നുള്ളൂ, അത് വീണ്ടും വർക്കൗട്ട് ചെയ്ത് അതിനെക്കുറിച്ച് ചിന്തിക്കാനൊക്കെ തോന്നുള്ളൂ. അപ്പോൾ ഓരോ പാഠം കഴിയുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓരോ പാഠത്തിൻ്റെ അവസാനത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ എന്തുണ്ടാവണം, കുറച്ച് എക്സസൈസസ് കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടിയുള്ളത് ഉണ്ടായിരിക്കണം. പിന്നെ എല്ലാ കാറ്റഗറിയിലുള്ള കുട്ടികളുടെ നീഡ്സ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ നീഡ്സ് മനസ്സിലാക്കിയിട്ട് വേണം ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കാനായിട്ട്. പിന്നെ എല്ലാ ബ്രാഞ്ചസിനും എല്ലാ ടോപ്പിക്സും ഈക്വൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. പിന്നെ ചില ടോപ്പിക്ക് നമുക്കറിയാം അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ടോപ്പിക് ഉണ്ട്. അപ്പോൾ അതൊക്കെ ആ രീതിയിൽ ചെയ്യാം. മെയിൻ ടോപ്പിക്സിനൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കാനായിട്ട്. ഈ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കുന്ന വ്യക്തി, ഓതർ എന്ന് പറയുന്നത് ആൾ നല്ല എക്സ്പീരിയൻസിനും പിന്നെ മാത്രമല്ല ആ സബ്ജക്റ്റിൽ നല്ല എക്സ്പേർട്ടായുള്ള ആളുമായിരിക്കണം ഈ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഈ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോളജിക്കൽ ആൻഡ് ലോജിക്കൽ ഓർഡറിൽ വേണം ഉണ്ടാക്കാനായിട്ട്. അതായത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഉള്ള സംഭവമല്ല 7ാം ക്ലാസ്സിലുള്ള കുട്ടി പഠിക്കുന്നത്. അപ്പോൾ ഒരു ഓർഡർ ഉണ്ടാവണം, സൈക്കോളജിക്കൽ ഓർഡർ ഉണ്ടാവണം. അതായത് ഓരോ പ്രായത്തിലും ഓരോ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ആ ഒരു ഓർഡർ കറക്റ്റായ രീതിയിൽ ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലായിരിക്കണം ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കാനായിട്ട്. ടെക്സ്റ്റ് ബുക്കിൽ എൻവയോൺമെൻറ്റലായിട്ടുള്ള എക്സാമ്പിൾസ് ഇൻക്ലൂഡഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ കുട്ടിക്ക് എൻവയോൺമെൻറ്റും നമ്മുടെ പരിസരവും പഠിക്കുന്ന കാര്യവും തമ്മിൽ കോറിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതായത് അവർക്കും കണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ അതിൽ കറക്റ്റായിട്ട് ഇൻക്ലൂഡഡ് ആക്കി വേണം എന്തുണ്ടാക്കാൻ ടെക്സ്റ്റ് ബുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കണം ടെക്സ്റ്റ് ബുക്കിൽ. എങ്കിൽ മാത്രമേ കുട്ടികൾക്ക് അത് ഓർത്ത് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തൊട്ടുമുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർത്ത് ആ രീതിയിൽ വേണം, ഓർക്കണ രീതിയിൽ വേണം ടെക്സ്റ്റ് ബുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്. പിന്നെ പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് കുട്ടികൾക്ക് മോട്ടിവേഷനും ഇൻസ്പിറേഷനും ഒക്കെ നൽകുന്നതായിരിക്കണം. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിൻ്റെ തുടക്കത്തിൽ ടേബിൾ ഓഫ് കണ്ടൻസ് വേണം, അവസാനത്തിൽ എന്ത് വേണം, അപ്പൻഡിക്സ് ഉണ്ടാവണം. പിന്നെ ഈ ടെക്സ്റ്റ് ബുക്കിൽ നാഷണൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഡെഫിനേഷൻസ്, നോമൻക്ലേച്ചർ, ഫോർമുല ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവേണ്ടത്. പിന്നെ പറയുന്നത് ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ആവശ്യമാണ്. സ്റ്റുഡൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കില്ല ടീച്ചേഴ്സിൻ്റേത്. അപ്പോൾ രണ്ടുപേർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ് വേണ്ടത്. സ്റ്റുഡൻസിന് വളരെ ഈസി ആയിട്ട് എല്ലാം പെട്ടെന്ന് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിൾ ലാംഗ്വേജിലായിരിക്കണം ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കേണ്ടത്. പിന്നെ പണ്ട് 10-20 കൊല്ലം മുമ്പത്തെ ടെക്സ്റ്റ് ബുക്ക് അല്ല ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്ക്, അല്ലേ? പല കാര്യങ്ങളും പല മാറ്റങ്ങളും വരുന്നുണ്ട്. അപ്പോൾ സമയത്തിനനുസരിച്ച് ടെക്സ്റ്റ് ബുക്ക് മാറ്റണം. 10-20 കൊല്ലം മുമ്പ് നമ്മുടെ പാരൻസ് പഠിച്ച ബുക്കുകളല്ല നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഓരോ സമയത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. ആ മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ട് ടെക്സ്റ്റ് ബുക്ക് ഓരോ സമയത്തും മാറ്റി അതായത് വെവ്വേറെ ടെക്സ്റ്റ് ബുക്കുകളാണ് ഓരോ സമയത്ത് നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് നോക്കാം. എന്താണ് ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആവശ്യകത എന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇത് ടീച്ചേഴ്സിനൊരു ഗൈഡായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് ടീച്ചർമാർക്ക് സിസ്റ്റമാറ്റിക്കലി ഓരോ ക്ലാസ്സിലും ഏതൊക്കെ പാഠഭാഗങ്ങൾ ആദ്യം എടുക്കണം, രണ്ടാമത് എടുക്കണം, മൂന്നാമത് എടുക്കണം എന്നൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ടുള്ളതാണ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. പിന്നെ ഓരോ ക്ലാസ്സിൽ അതാത് പ്രായത്തിനനുസരിച്ചുള്ളതാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് ടീച്ചേഴ്സിന് മനസ്സിലാക്കി കൊടുത്ത ഒരു ഗൈഡായിട്ടാണ് ടെക്സ്റ്റ് ബുക്ക് പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് സെൽഫ് സ്റ്റഡി. ടെക്സ്റ്റ് ബുക്ക് കിട്ടി കഴിഞ്ഞാൽ കുട്ടികൾക്ക് സെൽഫ് സ്റ്റഡി ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. അതായത് കുട്ടികൾ സ്വയം വായിച്ച് മനസ്സിലാക്കി അത് പഠിക്കാനുള്ള അവസരമാണ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കുട്ടികളുടെ തിങ്കിങ് ആൻഡ് റീസണിങ് കപ്പാസിറ്റീനെ കൂട്ടുന്ന രീതിയിലാണ് ടെക്സ്റ്റ് ബുക്ക് ഉള്ളത്. അപ്പോൾ കൂട്ടും. ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് കുട്ടികൾ സ്വയം വായിച്ച് മനസ്സിലാക്കി അതിപ്പോൾ അവർ സ്വയം ആലോചിച്ച് കൊടുക്കും. ഇതെന്താ സംഭവം, ഇതെന്താ ഫോർമുല, ഇതെന്താണ് പ്രിൻസിപ്പിൾ എന്ന് സ്വയം ആലോചിച്ച് മനസ്സിലാക്കാൻ അവർക്ക് ഒരു അവസരമാണ് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത്. അപ്പോൾ കുട്ടികളുടെ തിങ്കിങ് ആൻഡ് റീസണിങ് പവർ കൂട്ടുകയാണ് ടെക്സ്റ്റ് ബുക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കുട്ടികളുടെ
കുട്ടികൾക്ക് സബ്ജക്റ്റ് മാറ്റർ എന്താണെന്നുള്ളൊരു പ്രോപ്പർ വ്യൂ ആണ് ടെക്സ്റ്റ് ബുക്ക് കൊടുക്കുന്നത്. പിന്നത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടീച്ചേഴ്സിന് എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ സംഭവങ്ങളും വീട്ടിൽ സ്കൂളിലിരുന്ന് ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ നമ്മൾ കുറച്ച് ഹോംവർക്ക് കൊടുക്കും. ആ ഹോംവർക്ക് ചെയ്യാനായിട്ട് കുട്ടികളെ സഹായിക്കുന്നതാണ് ടെക്സ്റ്റ് ബുക്ക്. പിന്നെ ഇതൊരു റെഫറൻസ് ബുക്കുമായിട്ടും ലേണിംഗ് എയ്ഡുമായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. രണ്ട് യൂസാണ് ടെക്സ്റ്റ് ബുക്കിനുള്ളത്. ഇറ്റ് ഈസ് എ റെഫറൻസ് ബുക്കുമാണ്, ടീച്ചിങ് എയ്ഡുമാണ്. ഈ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സിന് എന്താണ് ക്ലാസ്സിൽ എടുക്കേണ്ടത് എന്നുള്ളത് പ്രോപ്പർ പ്ലാനിങ് നടത്താനായിട്ട് സഹായിക്കുന്നുണ്ട് ടെക്സ്റ്റ് ബുക്ക്. പിന്നെ പറയുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടെക്സ്റ്റ് ബുക്ക് ദ ലേൺഡ് സബ്ജക്റ്റ് മാറ്റർ ക്യാൻ ബി റിവൈസ്ഡ് ഇൻഡിപെൻഡൻ്റ്ലി. അതായത് ടീച്ചേഴ്സ് ക്ലാസ്സിൽ എടുക്കുന്നു ഒരു സംഭവം, ടീച്ചേഴ്സ് ക്ലാസ്സിൽ ടോപ്പിക് എടുക്കുകയാണ്, കുട്ടികൾക്ക് അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റിവൈസ് ചെയ്യാനായിട്ട് പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ചിലപ്പോൾ അത് പഠിക്കുന്നുണ്ടാവാം. അപ്പോൾ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അത് റിവൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് ടെക്സ്റ്റ് ബുക്ക്. പിന്നെ പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് ടീച്ചേഴ്സിൻ്റെ ടീച്ചിങ് എഫിഷ്യൻസിനെ ഇമ്പ്രൂവ് ചെയ്യുന്നു. പിന്നെ വേറെ അടുത്ത നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് പറയുന്നത് മാത്തമാറ്റിക്സ് ടീച്ചേഴ്സിൽ വളരെ അനുഗ്രഹപ്രദമാണ് ടെക്സ്റ്റ് ബുക്ക്. കാരണം വേറെ ഒന്നുമല്ല, ഈ കുറച്ച് സോൾവഡ് ക്വസ്റ്റ്യൻസൊക്കെ എന്തുണ്ടാവും ടെക്സ്റ്റ് ബുക്കിലുണ്ടാവും. അപ്പോൾ അതേ മോഡലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ടീച്ചേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, മാത്തമാറ്റിക്സ് ടീച്ചേഴ്സിന് ഹോംവർക്കായിട്ട് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ടീച്ചേഴ്സിന് കുറച്ച് ഹോംവർക്കും അസൈൻമെൻറ്റ്സും ഒക്കെ കൊടുക്കാൻ സാധിക്കും എന്തുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് സോൾവഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എങ്കിൽ മാത്രമാണ് പ്രിസ്ക്രൈബ്ഡ് സിലബസ് കറക്റ്റ് ടൈമിൽ അവസാനിപ്പിക്കാനായിട്ട് ടീച്ചേഴ്സിന് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ടീച്ചേഴ്സിൻ്റെ ടൈമും എനർജിയും സേവ് ചെയ്യും. ടീച്ചേഴ്സിൻ്റെ മാത്രമല്ല കുട്ടികളുടെ ടൈമും എനർജിയും സേവ് ചെയ്യുന്നതാണ്. പിന്നെ കുട്ടികളിൽ പവർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വർദ്ധിപ്പിക്കാനായിട്ട് ടെക്സ്റ്റ് ബുക്ക് യൂസ്ഫുള്ളാണ്. മാത്രമല്ല ടീച്ചേഴ്സ് കൊടുക്കുന്ന അസൈൻമെൻറ്റ്സൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫാക്റ്റും ഇൻഫോർമേഷൻസൊക്കെ വെച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ വൃത്തിയിൽ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് കുട്ടികൾക്ക് ആ ടെക്സ്റ്റ് ബുക്കിലെ ഫാക്ട്സും ഐഡിയാസും ഒക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ. ജസ്റ്റ് ടീച്ചർ ചിലപ്പോൾ പറഞ്ഞു പോയപ്പോൾ ചില പിള്ളേരൊന്നും അത് ശ്രദ്ധിക്കുന്നില്ല. പിന്നീട് ചിലപ്പോൾ അവർ വീട്ടിൽ പോയിട്ട് ആ ഫാക്റ്റും ആ ഐഡിയാസൊക്കെ വായിച്ചു നോക്കി അവർ ചിലപ്പോൾ മനസ്സിലാക്കിയെടുക്കും. അപ്പോൾ അതിനൊക്കെ അവർ സഹായിക്കുന്നതാണ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. പിന്നെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഈ ടെക്സ്റ്റ് ബുക്കിലൂടെ നമുക്ക് പുതിയ നോളേജ് കിട്ടും അല്ലേ. കുറേ ഫാക്ട്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്, കുറേ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ പുതിയ നോളേജ് നമുക്ക് ഇമ്പാർട്ട് ചെയ്യുന്ന ആരാണ്, ടെക്സ്റ്റ് ബുക്കാണ്. പിന്നെ ഈ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് വളരെ ചീപ്പസ്റ്റ് ആണ്, എല്ലാവർക്കും മോഡറേറ്റ് പ്രൈസിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വളരെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് ടെക്സ്റ്റ് ബുക്ക്. എല്ലാവർക്കും അത് അഫോർഡബിൾ ആണ്, എല്ലാവർക്കും വായിച്ച് പഠിക്കാനായിട്ട് അത് അഫോർഡബിൾ ആണ്. അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഇറ്റ് ഹെൽപ്പ് ദ പീപ്പിൾ ടു റിക്വയർ ഇൻഫോർമേഷൻ വിത്ത് സ്പീഡ് ആൻഡ് ആക്യുറസി. ആക്യുറേറ്റായിട്ട് നമുക്ക് ഇൻഫോർമേഷൻസ് കിട്ടാനായിട്ട് നമ്മളെന്ത് സഹായിക്കും, ടെക്സ്റ്റ് ബുക്ക് സഹായിക്കുന്നുണ്ട്. ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ ബേസിക്സ് വരെ നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്, ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. പിന്നെ പറയുന്നത് ടീച്ചേഴ്സിന് അതൊരു ടീച്ചിങ് എയ്ഡായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. ഓക്കെ. പിന്നെ പറയുന്നത് ഇറ്റ് ഗീവ്സ് സജഷൻസ് റിഗാർഡിംഗ് ദ യൂസ് ഓഫ് വേരിയസ് ടീച്ചിങ് എയ്ഡ്സ് ആൻഡ് ആക്ടിവിറ്റീസ് ടു ബി അണ്ടർടേക്കൺ ബൈ ദ പീപ്പിൾ ആസ് വെൽ ആസ് ദ ടീച്ചർ. അതായത് സജഷൻസ് കൊടുക്കുകയാണ്. എന്ത് സജഷൻസ് വയ്ക്കുക, ഏതൊക്കെ എയ്ഡ്സാണ്, ടീച്ചിങ് എയ്ഡ്സാണ് യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ആക്ടിവിറ്റീസാണ് ഒരു പാഠം എടുക്കുമ്പോൾ നമ്മൾ പഠിപ്പിക്കേണ്ടത്, ഇതൊക്കെ ടീച്ചേഴ്സിന് പറഞ്ഞു കൊടുക്കും. മാത്രമല്ല കുട്ടികൾക്ക് അതിൽ പ്രാക്ടിക്കൽ നോളേജും കിട്ടും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ സഹായിക്കുന്നതാണ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. മാത്രമല്ല വേറെ കാര്യം എന്ന് വെച്ചാൽ ചില ടെക്സ്റ്റ് ബുക്കൊക്കെ കളേർഡാണ്. കുഞ്ഞു കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ നല്ല കളർഫുള്ളാണ്. അപ്പോൾ അത് കുട്ടികളെ എന്ത് ചെയ്യും, അട്രാക്റ്റ് ചെയ്യിപ്പിക്കും. പഠിക്കാനായിട്ടൊരു ആഗ്രഹം അവരെ തോന്നിപ്പിക്കുന്നത് എന്താ, ഈ ടെക്സ്റ്റ് ബുക്ക് കാണുമ്പോൾ തന്നെ അവർക്ക് തോന്നും. അപ്പോൾ അങ്ങനെ അവരിൽ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ, കുട്ടികളെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്ക് കാണിച്ചു കൊടുത്തിട്ട്. അപ്പോൾ ദ ടെക്സ്റ്റ് ബുക്ക് ഓഫ് ദ ലോവർ ക്ലാസ് വിത്ത് കളേർഡ് ഇല്ലുസ്ട്രേഷൻ പ്രൊവൈഡ് ഇൻസെൻറ്റീവ് ടു ലേണിംഗ് ആൻഡ് അട്രാക്ട് ദ യങ്ങർ ലേണേഴ്സ്. പിന്നെ പറയുന്നത് ലാസ്റ്റ് വണ്ണായിട്ട് പറയുന്നത് വെച്ചാൽ ഈ മാത്തമാറ്റിക്സ് ടീച്ചേഴ്സ് ഈ മാത്സ് എന്ന് പറയുന്നത് പല സബ്ജക്റ്റുമായിട്ട് പല ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ആ കോറിലേഷൻ എന്താണെന്ന് വൃത്തിയിൽ പറഞ്ഞു കൊടുക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ അതാണ് പറയുന്നത് ഇറ്റ് ഹാസ് ദ ടീച്ചർ ഇൻ ടീച്ചിങ് ആൻഡ് കോറിലേറ്റിംഗ് മാത്തമാറ്റിക്സ് വിത്ത് അതർ സബ്ജക്ട്സ് ആൻഡ് ആസ്പെക്ട്സ്. പല സബ്ജക്റ്റ് ഫിസിക്സ് ആയിട്ട് മാത്തമാറ്റിക്സ് കോറിലേറ്റഡ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് കോറിലേറ്റഡ് ആവുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് മാത്സ് കോറിലേറ്റഡ് ആണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞു കൊടുക്കും.
അപ്പോൾ എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ടെക്സ്റ്റ് ബുക്കിൻ്റെ കാറ്റഗറിസും നീഡ് ആൻഡ് ഇമ്പോർട്ടൻസും ഒക്കെ ഞാൻ PDF ആയിട്ട് അയക്കുന്നുണ്ട്. എല്ലാവരും അത് നോക്കി പഠിക്കുക. താങ്ക് യു.